പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നുള്ള മൊഴി, ഇന്നലെ നൽകിയ മൊഴി അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് പ്രതി ഇപ്പോഴും ചെയ്യുന്നത്. വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കാര്യം ഇന്നലെ പറഞ്ഞതിന് സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. കാര്യം ഇയാളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അയാൾക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യം ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അറിവില്ല. മറ്റു ഓഫീസർമാർ ഇനിയിപ്പോ ഫോറൻസിക്സ് അങ്ങ് പരിശോധിക്കോ സാർ? ഇപ്പൊ വരും. ഇതിപ്പോ ഇതില് സ്പെഷ്യൽ ടീമാണ് ഇതെങ്ങനെ അന്വേഷിക്കുന്നത്? അവരിവിടെ കൊണ്ടുവന്നുള്ളൂ. ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ആറ്റിങ്ങൽ ഡിവൈഎസ്പി. ഇതില് നമ്മൾ ഇവിടെ വീട്ടിലൊന്നും ഞാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ അവരിവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ടീമിലുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അയ്യ, എനിക്ക് സുഖമില്ല. ശരി ശരി ശരി. ഇപ്പോൾ അഫാൻ പ്രതിയുടെ വീട്ടിൽ പരിശോധനകൾക്കായി പോലീസ് എത്തി. പോലീസാണ് പ്രതികരിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കണ്ണനാണ്. കണ്ണൻ, തുടരൂ. ഇപ്പോൾ അഫാന്റെ വീട്ടിൽ തുടർ പരിശോധനകളൊക്കെ നടക്കുകയാണ്. പോലീസ് സംഘം അതിനുവേണ്ടി എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പലതവണയായി മൊഴി നൽകിയിട്ടുണ്ട് പ്രതി. പക്ഷേ ഇനി ഈ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം പ്രതിയെ കൊണ്ടുവന്ന തെളിവെടുപ്പും മറ്റും നടത്തേണ്ടതുണ്ട്. ഇന്ന് അതിനുള്ളൊരു സാധ്യതയുണ്ടോ? ഇപ്പോൾ അഫാന്റെ വീട്ടിലേക്ക് എത്തിയത് വെഞ്ഞാറമൂട് CI അനൂപ് കൃഷ്ണയാണ്. ആ ഉദ്യോഗസ്ഥനാണ് അവിടെ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം ഈ ഇൻക്വസ്റ്റ് നടപടി, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി മൃതദേഹം തിരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പോലീസ് ആലോചിക്കുന്നത്. അപ്പോഴേക്കും അയാളുടെ ആരോഗ്യനില കൂടുതൽ തൃപ്തികരമാകും എന്ന് പോലീസ് കരുതുന്നു. മാത്രമല്ല കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇയാൾ പറയുന്നതിനകത്ത് ഇയാൾ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറയുമ്പോഴും പല സമയങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്നു. അതിലൊക്കെ തന്നെ പലപ്പോഴും ഒരു വ്യക്തതയില്ല പോലീസിനൊക്കെ. പല കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ പലതും കൂട്ടി ചേർക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത മൂലം തൻ്റെ ഉമ്മുമ്മയും അതുപോലെ തന്നെ മൂത്താപ്പയും അവരുടെ ഭാര്യയും കാമുകിയെയും അതുപോലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള സഹോദരനെയും കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ പോലീസിനൊരു വലിയ സംശയമുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാനസിക രോഗ വിദഗ്ധരുടെ അടക്കം വിശദാംശങ്ങൾ അവരിൽ നിന്നടക്കം വിവരങ്ങൾ പോലീസ് തേടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഞാനുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ആറ്റിങ്ങൽ DYSP ഉണ്ട്. തുടക്കത്തിൽ അദ്ദേഹം അകത്തേക്ക് കയറിയ സമയത്ത് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ ഒന്നും പറയാനുള്ള സമയമായിട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. എന്തായാലും അല്പസമയത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് ഈ സംഭവം നടന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കാനുള്ളത്. കണ്ണൻ, ഈ പെൺ സുഹൃത്തായ ഫർസാന എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത്? ഫർസാന ഈ പ്രതിക്കൊപ്പം താമസിക്കാനായി ഇറങ്ങി പോരുകയായിരുന്നോ, അതോ ഒരു സന്ദർശനം മാത്രമായി അവിടെ എത്തിയതാണോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശം പോലീസ് നൽകുന്നുണ്ടോ? ഇപ്പോൾ പ്രതി നൽകിയ മൊഴി മാത്രമാണ് പോലീസിന്റെ മുൻവശമുള്ളത്. രണ്ടാമത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. ആ സമയത്ത് ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ ഈ 12:38 എന്ന് പറയുന്ന സമയത്തിന് ശേഷം 5 മണിക്ക് മുമ്പ് ആ സമയത്താണ് അവിടേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യം തൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് പോലീസ് അയാൾ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയിലാണ് ഇപ്പോഴും അയാൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാര്യം എന്തിനാണ് ഫർസാനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ താനും കുടുംബവും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താനും കുടുംബവും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെൺസുഹൃത്തിന് വലിയ വിഷമങ്ങൾ ഉണ്ടാകും. അത് അത് മാറ്റാൻ വേണ്ടി അവരെയും കൂടി കൊലപ്പെടുത്തി എന്നുള്ളൊരു മൊഴിയാണ് പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്നത്. അതൊന്നും പോലീസ് പൂർണ്ണമായും മുഖവരിക്ക് എടുത്തിട്ടില്ല. കാര്യം ഇത്തരത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഉമ്മ അതുപോലെ തന്നെ സഹോദരൻ അടക്കമുള്ള ആൾക്കാരെ കൊലപ്പെടുത്തിയ പ്രതിയുടെ മാനസികാവസ്ഥ എന്താണ്, ചേതോവികാരം എന്താണ്, ഈ കാര്യങ്ങളാണ് കൃത്യമായി അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പ്രതി ക്രൂര കുറ്റകൃത്യത്തിലേക്ക് കടന്നത് എന്നത് വ്യക്തമാവേണ്ടതുണ്ട്. പോലീസ് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തണമെങ്കിൽ അതിന് സാമ്പത്തിക കാരണം മാത്രമാണോ ഉള്ളത് തുടങ്ങിയത് വിശദാംശങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്.